യെസ്, അങ്ങനെ നമ്മുടെ ആറാമത്തെ ആഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ആഴ്ചകളായിട്ട് നമ്മൾ SSC GD പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫണ്ടമെന്റൽസ് ഒന്നും അറിയാത്ത ആളുകൾക്ക് അവർക്ക് ഏറ്റവും ബേസ് മുതലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സീരീസ് പ്ലാൻ ചെയ്തതാണ്. അപ്പൊ ഞാൻ കൃത്യമായിട്ട് എല്ലാ ആഴ്ചയിലും എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറയും, അതിന് വേണ്ട ലിങ്കുകൾ നിങ്ങൾക്ക് തരും. അത് പ്രോപ്പറായി ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞ 5 ആഴ്ചകളായിട്ട് കുട്ടികളെല്ലാവരും വൃത്തിയായി ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത്തവണ അത് വൃത്തിയായി ചെയ്യാൻ കഴിയട്ടെ. ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ വീക്ക് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലോ അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. എന്നിട്ട് പ്രോപ്പറായി കാര്യങ്ങൾ മനസ്സിലാക്കി വീക്ക് 1 മുതൽ പ്ലാൻ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ലേറ്റ് ആയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മളൊരു ഫണ്ടമെന്റൽസ് ഓക്കെ ആയ സ്ഥിതിക്കും അതുപോലെ അടുത്ത മാസം നമ്മുടെ SSC GD നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയമുണ്ട്. ഈ സമയം പ്രോപ്പറായി ഉപയോഗിക്കണം. കൃത്യമായി ഓർഡറിൽ സിലബസ് കവർ ചെയ്യുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് കോഴ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾ ഒരുപാട് ആളുകൾ ചോദിച്ചതുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞത്. കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് എത്തിയതിനു ശേഷം അതിൽ ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും. ഒരുപാട് കണ്ടന്റുകൾ പഠിക്കാനുണ്ടാവും. അതുകൊണ്ട് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ രണ്ടാമത്തെ ദിശ അക്കാദമിന്റെ ഈ വർഷത്തെ രണ്ടാമത്തെ കോഴ്സാണ്. അപ്പൊ ആദ്യത്തെ കോഴ്സ് ഫില്ലായി പോയിട്ടുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ആഴ്ചത്തെ കണ്ടന്റിലേക്ക് കടക്കാം. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട കണ്ടന്റുകൾ ഏതൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. വീക്ക് 6 ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് നമ്മുടെ ട്യൂസ്ഡേ, അതായത് ചൊവ്വാഴ്ച ഞാൻ നിങ്ങൾക്ക് തരുന്ന നമ്പർ സിസ്റ്റം. അപ്പൊ അത് വാട്സ്ആപ്പ് മെസ്സേജായി ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു മെസ്സേജായി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ട്യൂസ്ഡേ കാണേണ്ട ക്ലാസ്സുകളുടെ ലിങ്ക്, ഒരു 3 ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആ 3 ക്ലാസ്സുകളും പ്രോപ്പറായി കാണുക. അതുപോലെ തന്നെ വെനസ്ഡേയിൽ അതിന്റെ ഒരു റിവിഷൻ ക്ലാസ്, അതിലൊരു ക്ലാസ്സും കൂടെ ഉണ്ട്. അപ്പൊ ടോട്ടൽ 4 ക്ലാസ്സുകൾ ഉണ്ടാവുക. ഈ 4 ക്ലാസ്സുകളും നിങ്ങൾ പ്രോപ്പറായി എന്ത് ചെയ്യുക, കണ്ടുപോവുക. അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, 2 ക്ലാസ് ഉണ്ടാവും, ഒരു റിവിഷൻ ഉണ്ടാവും. ടോട്ടൽ 4 ലിങ്കുകളാണ് നിങ്ങൾക്ക് അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് ട്യൂസ്ഡേയിൽ ഒരു ലിങ്കും കൂടെ ഉണ്ടാവും. അപ്പൊ ട്യൂസ്ഡേയിൽ നിങ്ങൾ 2 ക്ലാസ്സുകളാണ് കാണേണ്ടത്. മറന്നു പോരുത്, ട്യൂസ്ഡേയിൽ 2 ക്ലാസ് ഉണ്ട്. അതിലൊന്ന് ഈ നമ്പർ സിസ്റ്റത്തിന്റെ റിവിഷൻ ക്ലാസ് ആണെങ്കിൽ വേറൊന്ന് ഡയറക്ഷന്റെ ക്ലാസ് ആണ്. പിന്നീടുള്ളത് തേഴ്സ്ഡേയിൽ ആൻഷ്യന്റ് ഹിസ്റ്ററി ആണ്. ആൻഷ്യന്റ് ഹിസ്റ്ററിന്റെ 2 ക്ലാസ് ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവ് ക്ലാസ് കാണണം എന്നുള്ളത്. അപ്പൊ കഴിഞ്ഞ ആഴ്ച നടന്ന ലൈവ് ക്ലാസിന്റെ അതേ ലിങ്കുകളാണ് ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ കാണാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും കാണുക. കണ്ട ആളുകളാണെങ്കിൽ കണ്ടിട്ട് അതിന് കൃത്യമായ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാം. ഞാൻ അത് ടാസ്ക് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഫ്രൈഡേയിൽ നിങ്ങൾക്ക് വൊക്കാബുലറി ആണ്. ഈ വൊക്കാബുലറിന്റെ വീഡിയോ ആ ദിവസം പോസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ അന്ന് നിങ്ങൾ അത് എടുത്ത് വെച്ച് കാണണം. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീക്കിൽ A എന്ന് പറയുന്ന ലെറ്റേഴ്സുമായി ബന്ധപ്പെട്ട വൊക്കാബുലറിന്റെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ B എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടുള്ള വൊക്കാബുലറി ആയിരിക്കും നമുക്ക് ഈ ആഴ്ച വരുന്നുണ്ടാവും. വൊക്കാബുലറി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അതുപോലെ തന്നെ സാറ്റർഡേയിൽ ലൈവ് സെഷൻ ആണ്. കഴിഞ്ഞ സാറ്റർഡേയിൽ എങ്ങനെയാണോ നമ്മൾ ആൻഷ്യന്റ് ഹിസ്റ്ററി പഠിച്ചത്, ഇത്തവണ നമ്മൾ മെഡീവൽ ഹിസ്റ്ററി അതേപോലെ തന്നെ പഠിക്കാൻ പോവുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് പരമാവധി കണ്ടന്റുകൾ പഠിച്ച് GD എക്സാമിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾ മിസ് ചെയ്യാണ്ടിരിക്കുക. അതിന്റെ സമയം നിങ്ങളെ ഗ്രൂപ്പുകളിൽ അറിയിക്കും, നമ്മളെ ചാനലിലും അത് അറിയിക്കുന്നതായിരിക്കും. ഇനി വീക്ക് 6 നിങ്ങൾക്ക് വേണ്ട ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വീക്ക് 5 അല്ല, വീക്ക് 6 ആണ്. വീക്ക് 6 ടാസ്കുകൾ പറഞ്ഞുതരാം. 30 വരെയുള്ള സ്ക്വയർ, ഇത്രയും ദിവസം നമ്മൾ സ്ക്വയർ ക്യൂബ് എന്നൊക്കെ കുറച്ച് പറഞ്ഞെങ്കിൽ ഈ പ്രാവശ്യം കംപ്ലീറ്റ് ഈ ആഴ്ച കൊണ്ട് 30 വരെയുള്ള എല്ലാ സ്ക്വയറും പഠിച്ചിരിക്കണം. ഏത് ഉറക്കത്ത് ചോദിച്ചാലും പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചിരിക്കുക. ഇനി ഫെസ്റ്റിവൽസ് ഓഫ് അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഫെസ്റ്റിവൽസ് ഈ ആഴ്ചത്തെ 3 സ്റ്റേറ്റുകൾ ഞാൻ 6 ആഴ്ചയിൽ ഒരു 3ാമത്തെ ആഴ്ച മുതൽ ഫെസ്റ്റിവൽസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇത് 9ാമത്തെ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 9 സ്റ്റേറ്റിന്റെ ഫെസ്റ്റിവൽസ് നിങ്ങൾക്ക് തറവായി. ഇല്ലെങ്കിൽ നമുക്ക് അതൊക്കെ പെൻഡിങ് ആയി കിടക്കാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്ത് തരുന്നതെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ അറിയാതെ തന്നെ കംപ്ലീറ്റ് ചെയ്യും. ഇനി അത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ആഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്തോളാം. ഇനി അതുപോലെ തന്നെ ഈ ആഴ്ച നമ്മൾ ഡാൻസ് ഫോംസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഡാൻസ് ഫോംസ് ഓഫ് UP ആൻഡ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിന്റെയും ഉത്തർപ്രദേശിന്റെയും ഡാൻസ് ഫോംസ് പ്രധാനപ്പെട്ടത് ഒന്നുമില്ല, ഗൂഗിൾ ചെയ്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഡാൻസ് ഫോംസ് മാത്രം എഴുതിയെടുക്കുക, അത് മാത്രം പഠിക്കാം. ഇനി അവസാനത്തെ ടാസ്ക്, ഈ ആഴ്ചത്തെ അവസാനത്തെ ടാസ്ക് ആണ് ആൻഷ്യന്റിന്റെയും മെഡീവൽ ഹിസ്റ്ററിന്റെയും നോട്ടുകൾ പ്രോപ്പറായി എഴുതിയെടുക്കുക. അപ്പൊ ആൻഷ്യന്റ് ഹിസ്റ്ററിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ തന്നു, അതിന്റെ നോട്ട് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കണം. അതുപോലെ മെഡീവൽ ഹിസ്റ്ററി ഈ ആഴ്ച ലൈവ് ഉണ്ട്, ആ ലൈവിന്റെ നോട്ട്സും പ്രോപ്പറായി എഴുതിയെടുക്കുക. ഇത്രയും ടാസ്കുകളാണ് ഈ വരുന്ന ഞായറാഴ്ചക്കുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിക്ക് അടുത്ത ചലഞ്ച്, ഈ നെക്സ്റ്റ് വീക്ക് 7ന്റെ ചലഞ്ച് വീഡിയോ വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് 3 വീക്കും കൂടെ ഈ ചലഞ്ചസ് മുന്നോട്ട് പോകുന്നുണ്ടാവുള്ളൂ.
അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട കണ്ടന്റുകളിൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒന്നും കൂടെ പറയാണ്, നമ്മളെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം നിങ്ങൾ എല്ലാവരെയും അറിയിക്കുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യേണ്ട ആളുകൾ ലേറ്റ് ആക്കാതെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കും എന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ കണ്ടന്റുകളൊക്കെ പ്രോപ്പറായി ഫോളോ ചെയ്ത് പോവുക. ഇനി നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിനെ പറ്റിയിട്ടൊന്നും പറയണ്ടാവണ്ട. നമ്മൾ ഫ്രം 0 ആണ് സ്റ്റാർട്ട് ചെയ്യുക, ഫ്രം കാൽക്കുലേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എത്ര ബേസ് ഇല്ല എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കണ്ടാൽ തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉണ്ടാവുന്നതായിരിക്കും. കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് കുട്ടികളെ GDന്റെ റിസൾട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളൊരു കോൺഫിഡൻസിന്റെ പുറത്താണ് ഇത് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ കോൺഫിഡൻസിൽ നിങ്ങൾ വിശ്വസിക്കുക, ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. അപ്പൊ എന്തായാലും നന്നായിട്ട് പഠിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ. ഹാപ്പി ലേണിംഗ്.